അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ധിക്കാരികളും നിഷേധികളുമായി മരിച്ചു പോകുന്നവർക്ക്, അതായത് സത്യനിഷേധികൾക്ക് പരലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയെക്കുറിച്ച മുന്നറിയിപ്പാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. നിഷേധികൾക്കുള്ള മുന്നറിയിപ്പിനൊപ്പം വിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയും പറയുന്നത് ഖുർആന്റെ ശൈലിയാണ്. വിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന സന്തോഷ വാർത്തയാണ് തുടർന്നുള്ള 2 ആയത്തുകളിൽ പറയുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, കാനത്ത് ലഹും, അവർക്കൊരുക്കി വെച്ചിട്ടുണ്ട് ജന്നാത്തുൽ ഫിർദൗസി, പറുദീസയിലെ ഉദ്യാനങ്ങൾ, നുസുലൻ, ആതിഥ്യമരുളാൻ, സൽക്കാരമായിക്കൊണ്ട്, വിരുന്നായിക്കൊണ്ട്. ഇതിനു മുമ്പ് നിഷേധികൾക്ക് നരകം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ന അഅ്തദ്ന ജഹന്നമലിൽ കാഫിരീന നുസുലൻ, തീർച്ചയായും നരകം ഒരു സൽക്കാരമായിക്കൊണ്ട് നിഷേധികൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അതിൻ്റെ മറുവശം അതേ ശൈലിയിൽ തന്നെയാണ് ഇവിടെ പറയുന്നത്. അവിടെയും അക്കാര്യം പറഞ്ഞത് തീർച്ചയായും ഇന്ന എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഇവിടെയും തീർച്ചയായും എന്ന് തന്നെ പറയുന്നത് ശിക്ഷ ഒരുക്കിയതും രക്ഷ ഒരുക്കിയതും പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. വിശ്വാസികളാവുന്നതോടൊപ്പം സൽക്കർമ്മം ചെയ്തവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നതാണ് സ്വർഗം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം സ്വർഗം നേടാൻ കഴിയുകയില്ല, രണ്ടും വേണമെന്ന കാര്യം ഉറപ്പിച്ചു പറയുന്നു. ഇവിടെ കാനത്ത് ലഹും, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിലൂടെ സ്വർഗത്തിനുള്ള അവരുടെ അവകാശം സ്ഥിരപ്പെട്ടതും അത് മുമ്പേ തീരുമാനിച്ച് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതുമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ജന്നാത്തുൽ ഫിർദൗസ് എന്നാണ് അവരുടെ പ്രതിഫലത്തെ ഇവിടെ വിശേഷിപ്പിച്ചത്. പറുദീസയിലെ ഉദ്യാനങ്ങൾ എന്നാണ് അതിനർത്ഥം. ജന്നാത്ത് തോട്ടങ്ങൾ, ഉദ്യാനങ്ങൾ, സ്വർഗത്തോപ്പുകൾ. ഫിർദൗസ് എന്നാൽ സ്വർഗത്തിലെ അതിവിശിഷ്ടവും ഉന്നതവുമായ എല്ലാ അനുഗ്രഹങ്ങളും സമ്പൂർണമായി നിറഞ്ഞു തുളുമ്പുന്ന സ്ഥലമാണ്. വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമായ തോട്ടങ്ങളാണ് ഫിർദൗസിലുള്ളത്. ആ തോട്ടങ്ങളെയാണ് ഇവിടെ പറുദീസയിലെ ഉദ്യാനങ്ങൾ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. ഫിർദൗസ് എന്നത് അറബിയാണോ എന്നറിയില്ല. ഏതായാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന സമാനമായ വാക്കുകളാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രയോഗിക്കുന്ന പാരഡൈസും പറുദീസയും. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കുക. അത് സ്വർഗത്തിലെ മധ്യത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. അതിനു മുകളിലാണ് പരമകാരുണികന്റെ അർഷ് നിലകൊള്ളുന്നത്. ഫിർദൗസിൽ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ പൊട്ടിപ്പുറപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളും വിവിധ തോട്ടങ്ങളിലായി ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതാണ് ഫിർദൗസ് എന്ന് പറഞ്ഞല്ലോ. ഉത്തമരായ വിശ്വാസികൾക്ക് വേണ്ടിയാണ് അതൊരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാവണം അത് നേടുന്നവരെ വിശേഷിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ സത്യവിശ്വാസികളുടെ 7ഓളം സവിശേഷമായ ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്കുള്ളതാണ്, അവർ അനന്തരം എടുക്കുന്നതാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. അവർ ജന്നാത്തുൽ ഫിർദൗസിൽ എന്നെന്നും വസിക്കുന്നവരായിരിക്കും. എല്ലാം സുലഭമായി ലഭിക്കുന്ന വലിയൊരു ലോകമായിരിക്കും ജന്നാത്തുൽ ഫിർദൗസ്. അതിനോട് തുല്യമായി മറ്റൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ലാ യബ്ഗൂന അൻഹാ ഹിവല, അവിടം വിട്ടുപോകാൻ അവർ ഒട്ടും ആഗ്രഹിക്കുകയില്ല. ലാ യബ്ഗൂന, ആ സ്വർഗവാസികൾ ആഗ്രഹിക്കുകയില്ല. ഫിർദൗസിൽ ഇടം കിട്ടിയവർ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അൻഹാ ഹിവല, അതിൽ നിന്ന് മാറിപ്പോകുവാൻ, ആ തോട്ടങ്ങൾ വിട്ടുപോകാൻ അവർക്ക് തോന്നാത്ത വിധം അവർക്ക് വേണമെന്ന് തോന്നുന്നതൊക്കെയും അവിടെ ലഭിക്കുന്നു. അതുകൊണ്ട് അവിടം വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും മാറാൻ അവർക്ക് ഒരിക്കൽ പോലും ചിന്തയുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് അടുത്ത 2 ആയത്തോടുകൂടി അവസാനിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങളുടെ മഹത്വവും അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ പ്രഖ്യാപനവുമാണ് അടുത്ത 2 ആയത്തുകളിൽ വരുന്നത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.